ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യം. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് എല്ലാ വൈദികരെയും ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്ന ഇത് തന്നെ. പണ്ടൊക്കെ കൃത്യമായിട്ട് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു രഹസ്യം വൈദികർക്ക് വേണ്ടി നമ്മൾ ചൊല്ലാറുണ്ടായിരുന്നു, അല്ലെ? അവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന കൃത്യമായിട്ടുണ്ട്. എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടോ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ്. ഞങ്ങൾ വലിയ കഴിവുള്ളവരെന്നവർ ഒത്തിരിയേറെ കുറവുകൾ ഞങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഈ കുറവൊക്കെ പരിഹരിക്കപ്പെടുന്നത്, പരിഹാരം നൽകുന്നത് എൻ്റെ ദൈവമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വൈദികരെ എല്ലാവരെയും ഓർക്കുവാനായിട്ട് പ്രത്യേകം തയ്യാറാണ്. ഇന്നത്തെ വചനത്തില് ഈശോ പറയുന്നത് എന്താണ്? ഈശോയുടെ പഠിപ്പീരിനെ കുറിച്ച് പറയാം, അല്ലെ? അവൻ അധികാരമുള്ളവനെ പോലെയാ പഠിപ്പിച്ചത്. അവന് ഈ അധികാരം ലഭിച്ചത് എവിടെ നിന്നാ? അവന് ഈ അധികാരം ലഭിച്ചത് പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ്. ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അധികാരമല്ല, മറിച്ച് പിതാവിൽ നിന്ന് ലഭിച്ച അധികാരത്തോടുകൂടി പഠിപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണും. നമുക്ക് ലഭിക്കേണ്ട അധികാരം മനുഷ്യന്റെ അധികാരമല്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ? ഈ ഭൂമിയിലെ അധികാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് ലഭിക്കേണ്ട യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന അധികാരമാണ്. അതെന്റെ ദൈവം എനിക്ക് നൽകണമെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് തയ്യാറാവണം. അവന്റെ ചാരയിരുന്ന് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ എനിക്ക് അധികാരം നൽകും. അവനെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട്, അവനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അധികാരം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവന്റെ വചനം പാലിക്കുവാനായിട്ട്, അവനിൽ നിന്ന് അധികാരം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.